അപ്പോൾ നമ്മുടെ ഇവിടെ വന്ന എല്ലാ സഹോദരിമാരുടെയും ജീവിതത്തിൽ സാക്ഷ്യങ്ങളുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് പാടാവുന്ന ഒരു പാട്ടാണ് അത്. നമുക്ക് ഒന്നിച്ച് പാടാം. എന്നെ ബഹുദൂരം മുന്നോട്ട് പോകാൻ ബലം നൽകി നീ ബഹുദൂരം മുന്നോട്ട് തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുകിൽ ഇന്നയോളം നടത്തിയ നാദാ സ്തോത്രം നന്ദിയൽ എന്നും കരങ്ങളിൽ വഹിച്ചവനേ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇവിടെ പാടിയത്. ദൈവത്തിന് മഹത്വം. ഞാൻ റാന്നിയിലേക്ക് എന്നെ കല്യാണം കഴിച്ചു വിട്ടപ്പോഴൊക്കെ എന്നെ അവിടെ റാന്നിയിൽ വന്നാക്കിയവർ തിരിച്ച് ബസ്സിൽ വന്നപ്പം പലരും പറഞ്ഞ കാര്യങ്ങളാണ്, അയ്യോ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ആരെയും കല്യാണം കഴിച്ചു കൊടുക്കരുത്. അത്രയും ഒരു ഉള്ളിലായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. എന്നാൽ അതുപോലത്തെ അവസ്ഥ തന്നെ എനിക്ക് ഉണ്ടാകുകയും ചെയ്തു. അതിൽ നിന്ന് ഇന്ന് ഞാൻ ഓർക്കുക, എനിക്ക് അന്ന് കടന്നു പോയതെല്ലാം ഈ സഭയിൽ നിന്ന് കിട്ടിയ, എൻ്റെ പിതാക്കന്മാരിൽ നിന്ന് ഈ സഭയിൽ നിന്ന് കിട്ടിയ ആത്മീക മൂല്യങ്ങൾ, ഇതിനെല്ലാം അവിടെ പ്രാക്ടീസ് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. അപ്പോൾ ഒരു അടഞ്ഞ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ആ വിഷയം പറയാം. യിരെമ്യാവ് ആ സമയങ്ങളിൽ പ്രവചന പുസ്തകമൊന്നും ഞാൻ വായിക്കാറില്ലായിരുന്നു, വായിച്ചാൽ മനസ്സിലാവില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് എല്ലാ ഭാഗങ്ങളും നല്ലപോലെ മനസ്സിലാവുന്നു, എൻ്റെ ജീവിത അനുഭവത്തിനോട് ചേർന്ന്. യിരെമ്യാവ് 39 യിരെമ്യാവ് 29 അല്ല 4 വാക്യം 4. നിർത്തിക്കോ. ഇനി അടുത്ത വാക്യം 7 വാക്യം. ഓക്കെ. ഈ വചനങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ നമ്മൾ സാധാരണ വായിച്ചാലൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല, മനസ്സിലാക്കാനില്ല. പക്ഷേ ഈ ഇതിൽ കൂടെ പോയപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. എന്തുവാ ഈ വാക്യം? താൻ യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുമാറാക്കിയ സകല ബദ്ധന്മാരോടുമാണ് യഹോവ അരുളി ചെയ്യുന്നത്. അപ്പോൾ ഈ ബദ്ധനാക്കി കൊണ്ടുപോണത് ആരാ? ദൈവമാണ്. അത് കേട്ടപ്പോൾ ആ ഭാഗം വായിച്ചപ്പോൾ വലിയ ആശ്വാസമായി. നമ്മളെ ഏത് അവസ്ഥയിൽ ആണോ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവിടുന്നത് ദൈവം. ആരെയും ബ്ലെയിം ചെയ്യാനില്ല. അത് ഏതവസ്ഥയാണെന്നറിയില്ല. നമുക്ക് എല്ലാവർക്കും വ്യത്യസ്ത അവസ്ഥകൾ ദൈവം കൊണ്ടുവിടുന്നത്. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിലൊന്നുമല്ല. പ്രത്യേകിച്ച് സഹോദരിമാർ, അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് പറിച്ചു നടുകയാണ് വേറൊരു സ്ഥലത്തേക്ക്. അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും വരും. ഈ 7 വാക്യമാണ് പിന്നെ എനിക്കുള്ള വാക്യം. ഏതാ? ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുമാറാക്കിയ പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിനു വേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പിന്. അതിന് നന്മയുണ്ടെങ്കിൽ നിനക്കും നന്മയുണ്ടാവുക. അപ്പോൾ എൻ്റെ വലിയൊരു ഉത്തരവാദിത്തമാണ്, എന്നെ ഏത് സ്ഥലത്താക്കിയിരിക്കണോ അതിൻ്റെ നന്മയായിരിക്കണം എൻ്റെ ലക്ഷ്യം. അതെന്നെ ഒരുപാട്
പ്രോത്സാഹനം നൽകി. അങ്ങനെ അനേക വാക്യങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇവിടെ നിന്ന് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചത്, എൻ്റെ പിതാക്കന്മാർ കാണിച്ചു തന്ന മാതൃകകൾ, എൻ്റെ മാതാപിതാക്കൾക്ക് കൈമാറിയ ആത്മീക മൂല്യങ്ങൾ, ഇതെല്ലാം പകരുവാനുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് ദൈവം തന്നു. നല്ലൊരു പ്രാക്ടീസ് തന്നൊരു സമയമാണ്. അപ്പോൾ വേറൊരു സംഭവം ഉണ്ടായത്, ഞാൻ ഈ റാന്നിയിൽ ഒറ്റപ്പെട്ട് കഴിയുന്നൊരു സമയം, അതൊന്നും വിവരിക്കാൻ എനിക്ക് സമയമില്ല. റേച്ചാൻ ജോലി സംബന്ധമായി പലയിടത്തും ആയിരിക്കുന്ന ഒരു സമയം. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അനുജത്തിമാരും എല്ലാവരും അവനവൻ പോയ സഭകളിൽ അവർ പ്രയോജനപ്പെടുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുക. അപ്പോൾ ഒരിക്കൽ ബെറ്റി ഫ്യൂജറയിലായിരുന്ന സമയത്ത് അവിടെ തമ്പാൻചായനാണോ ചാണ്ടപ്പിള്ളച്ചായനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ആ ഭവനത്തിൽ ആ ബ്രദർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ശോഭയുണ്ട് അവിടെ. അപ്പോൾ പറഞ്ഞു, ഇവിടെ തൃശ്ശൂരിൽ നിന്ന് വന്ന 2 പെൺകുട്ടികളുണ്ട്, ചർച്ച് ഓഫ് ക്രൈസ്റ്റ് നിന്ന് വന്ന 2 കുട്ടികളുണ്ട്. ചർച്ച് ഓഫ് ക്രൈസ്റ്റിൽ നിന്ന് വരുന്ന കുട്ടികളെ കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണ്. കാരണം അത്ര നല്ല സഭയെന്ന് വന്നേക്കാൻ, അവരെവിടെ പോയാലും പ്രയോജനപ്പെടും. ഇതെല്ലാം പറഞ്ഞ് ഞാൻ ലിറ്ററലി ഞാൻ കരയായിരുന്നു. കാരണം ഞാൻ മാത്രം പ്രയോജനപ്പെടാതെ ഒന്നിനും അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ കൂടെ ദൈവം കടത്തി വിട്ടു. അതൊരു ട്രെയിനിങ് പീരീഡായിരുന്നു. ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുകയും എല്ലാം ചെയ്യുമ്പം എല്ലാവരും പറയും ഫേബയ്ക്ക് എന്തൊരു സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നിൽ നമുക്ക് ദൈവം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകും. അത് നമ്മൾ ജയിച്ചെങ്കിലേ ദൈവം നമുക്ക് അതിനുള്ള വാതിലുകളെ തുറന്നു തരുള്ളൂ. അതെല്ലാ സഹോദരിമാരോടും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഇനിയും ആ അനുഭവത്തിൽ കൂടെ അത് വിചാരിച്ചിട്ട് വലിയ വലിയ സംഭവങ്ങളൊന്നും അല്ലാട്ടാ, നമ്മുടെ എല്ലാവർക്കും വരുന്ന ഒരു സാഹചര്യത്തിൻ്റെ വ്യത്യാസങ്ങളും. പക്ഷെ അവിടെ ദൈവകൃപ അനുഭവിക്കാനായിട്ട് ഇടയാക്കി. ഇന്ന് എനിക്ക് കിട്ടിയ ആത്മീക മൂല്യങ്ങൾ എൻ്റെ ജീവിതത്തിനോട് ചേർന്ന് ചിന്തിച്ച് കടന്നുപോയ അവസ്ഥയിൽ നിന്ന് ആ പകർന്നു കിട്ടിയ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് ദൈവവചനമായിട്ട് എന്നെ പറഞ്ഞയച്ച ആ സഭയിൽ തന്നെ ഈ വചനമായി നിൽക്കുമ്പോൾ ഒത്തിരി ഞാൻ ദൈവത്തിന് നന്ദി പറയും. എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് ഞാൻ 1000 സ്തോത്രം ചെയ്യണം. ഞാനിതിൻ്റെ ഇടയിൽ ഒരിക്കലും ഇവിടെ സാക്ഷ്യം പറഞ്ഞു. ഞാൻ റാന്നിയിൽ വരുമ്പോഴൊക്കെ ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും സാക്ഷ്യം പറയുന്നു. ഇവിടെ വരുമ്പോഴതിനുള്ളൊരു സ്വാതന്ത്ര്യം. അപ്പോഴൊരിക്കൽ ഈ പാട്ടിൻ്റെ അടി ഞാൻ പാടാനിടയായി. എന്നപ്പൻ ഇഷ്ടപുത്രൻ ഞാനാകുവാൻ തൻ ശിക്ഷണത്തിൽ എന്നെ നടത്തി എന്നിഷ്ടം അഖിലവും താൻ തടുത്ത് എന്നെ ഏറ്റം പാകപ്പെടുത്തും. ആ പാട്ട് പാടി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ എന്നോട് വന്ന് ചോദിച്ചു, ഫേബയ്ക്ക് എങ്ങനെ ഇത്ര ധൈര്യം കിട്ടി ഈ പാട്ട് പാടാൻ? ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ അനുഭവത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇത് പാടാൻ നല്ല ഈസിയാന്ന് പറഞ്ഞു. ആ ഒരു അവസ്ഥയിൽ കൂടെ ദൈവം കടത്തി വിട്ടു. ഇന്ന് ആ തന്ന എല്ലാ അവസ്ഥകളെയും ഓർത്ത് ദൈവത്തിന് ഇന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദി പറയുന്നു. സഭാ മുമ്പാകെ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കടന്നുപോയ അനുഭവത്തിൽ നിന്ന് എനിക്ക് പ്രസംഗമായിട്ട് പറയാനുള്ള അങ്ങനെ പ്രസംഗ കലയുമില്ല. ഇപ്പം കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഞാനൊരു സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഷെയർ ചെയ്യാം നമുക്ക്, അത്രയേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, കടന്നു പോകുന്ന വഴികളിലൂടെ ദൈവം എന്നെ പഠിപ്പിച്ചത്, ഇന്നലെ വരുന്ന യാത്രയിൽ പോലും ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. അതും ഞാൻ പറയും, അത്രയേ ഉള്ളൂ. ഇതെപ്പോൾ അവസാനിപ്പിക്കുന്ന അങ്ങനെ ഒരു വലിയ ഇതൊന്നും എനിക്ക് അറിയില്ല. ദൈവം തരുന്നത് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഒന്നിച്ച് നമ്മളെല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സഭയിൽ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു മാഗസിൻ ഇറക്കി. അപ്പോൾ എല്ലാവരും ഓരോ ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനൊരു ടീച്ചറാണ്, സൺഡേ സ്കൂൾ ടീച്ചറും. അപ്പോൾ ആ സ്ഥിതിക്ക് ഞാനൊരു ആർട്ടിക്കിൾ എഴുതി, ഞാനും എൻ്റെ പിതാവും, അതാണ് അതിൻ്റെ ഹെഡിങ്. ആ ആർട്ടിക്കിളിനോട് ചേർന്ന്, ആ ഹെഡിങ്ങിനോട് ചേർന്നാണ് ഇന്ന് ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇടയിൽ സംസാരിക്കാനിടയാക്കണം. എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ് മത്തായി 5:48. നമുക്കെല്ലാവർക്കും അറിയുന്നത്, അത് എടുക്കണമെന്നില്ല. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കും. അപ്പോൾ ഇത് ഏറ്റവും എന്നെ ചിന്തിപ്പിച്ച ഒരു സമയം എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടി മരിച്ച സമയം. എല്ലാവരും ഉമ്മൻചാണ്ടീനെ വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. ഈവൻ നമ്മുടെ വിശ്വാസികളടക്കം, കല്ലറ കാണാൻ പോകാൻ ആഗ്രഹിച്ച വിശ്വാസികൾ വരെയുണ്ട്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ച് ഇതെല്ലാം ആവശ്യം.
ഉമ്മൻചാണ്ടി എങ്ങനെ ജീവിച്ചോ ആ മാതൃക അവൻ്റെ മകൻ പിന്തുടരണം. അതാണ് ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹം. ഇന്ന് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ആ മകൻ തലയിൽ ശബരിമല പോയൊരു വീഡിയോ കൊണ്ട് ഞാൻ വളരെ വിഷമിച്ചു. ഒരപ്പൻ നന്നായി ജീവിക്കുമ്പോൾ ആ അപ്പൻ്റെ ഏറ്റവും ആഗ്രഹം അവനെ പോലെ ആകണമെന്നാണ്. അതുപോലെ എൻ്റെ പപ്പ മരിച്ചപ്പോഴും അതെ, ഒത്തിരി ഞങ്ങൾ പപ്പയുടെ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴും ഒരുപാട് പേര് കേൾക്കുമ്പോഴും ഞാൻ എൻ്റെ സഹോദരിമാരോട് പറഞ്ഞു, ഇനി നമ്മൾ പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്, എൻ്റെ പപ്പ എന്ത് ചെയ്തോ അത് ചെയ്യണം. അതാണ് നമ്മുടെ പപ്പ ആഗ്രഹിക്കണം. അവർ വെച്ചുപോയ മാതൃക നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് തന്നെ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കണേ. പിതാവിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിരുന്നുകൊണ്ട് ഒന്നും നേടാൻ കിട്ടുന്നില്ല. ആ ഗുണങ്ങൾ നമ്മളിൽ പകർത്തി അവനെപ്പോലെ ആയിത്തീരുമ്പോഴാണ് ആ സ്വർഗീയ പിതാവ് സന്തോഷിക്കുന്നതും. അപ്പോൾ ചില ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് അത് ചിന്തിച്ച് കൂട്ടം. എനിക്ക് കിട്ടിയ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രം ഈ സമയത്തിൻ്റെ ഉള്ളിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് പരിശുദ്ധനായിട്ടുള്ളൊരു പിതാവാണ് നമുക്കുള്ളത്. പരിശുദ്ധനായ പിതാവ്. 1 പത്രോസ് 1:14-15 അതും നമുക്കറിയാവുന്നതാണ് അല്ലേ? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകൻ. അപ്പോൾ നമ്മുടെ പിതാവ് എന്ന് പറഞ്ഞാൽ വിശുദ്ധനാണ്. അപ്പോൾ ആ പിതാവ് നമ്മളിൽ നിന്ന് എന്തോ ആഗ്രഹിക്കണം? വിശുദ്ധി തന്നെയാണ്. അപ്പോൾ എൻ്റെ പിതാവ് വിശുദ്ധനാണ് എന്ന് പറയുമ്പോൾ ആ വിശുദ്ധി പാലിക്കേണ്ട വലിയൊരു കടപ്പാട് എനിക്കുണ്ട്. ആ കാര്യമാണ്. എങ്ങനെയാണ് എവിടെയാണ് അശുദ്ധി നമ്മളിൽ വരുന്നത്? ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് അല്ലേ? ഈ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അശുദ്ധി വരാനുള്ള 2 മാധ്യമങ്ങളുണ്ട്. ഒന്ന് ഞാൻ ചിന്തിച്ചത് കാഴ്ചയിൽക്കൂടെ, 2 കേൾവിക്കൂടെ. ഇത് പുറത്തു പോണതോ നാവിലൂടെയും പ്രവൃത്തിയിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. ഈ ഉള്ളിൽ സംഗ്രഹിച്ചിരിക്കുന്ന ഈ അശുദ്ധി, ഈ പലതരം അശുദ്ധി ഉണ്ട്. നിങ്ങൾക്ക് തന്നെ പറയാലോ, ഹൃദയത്തിലുണ്ടാവുന്ന കുറച്ച് അശുദ്ധികൾ നമുക്ക് പറയാലോ. സ്ത്രീകൾക്ക് ഉണ്ടാകുന്നു മോഹം. ഓക്കെ, മോഹം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു അശുദ്ധിയാണ്. അതുപോലെ അത് ഒത്തിരി നമ്മുടെ ഇടയിൽ എത്രയുണ്ടെന്ന് അറിയില്ല. ഈ മോഹം കൊണ്ട് തന്നെ പല വിപത്തിലേക്കും പല കടക്കിണിയിലേക്കും തന്നെ പോയിട്ടുള്ള അവസ്ഥകൾ ഓരോ കുടുംബങ്ങളിൽ വന്നിട്ടുണ്ട്. മോഹം എന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളെ കടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ ആഗ്രഹിച്ച് അത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കി അതിനെ ഇൻസിസ്റ്റ് ചെയ്ത് അത് വലിയൊരു ആപത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അടുത്ത ചിലതാണ് അസൂയ. അത് എല്ലാ പ്രായക്കാരും ജനിച്ച് വീണ് ഒരു 10 മാസം തൊട്ട് ചിലപ്പോൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഓരോ അളവിൽ വലുതാവും നമുക്ക് അസൂയ എന്ന് പറഞ്ഞൊരു വികാരം ഉള്ളിൽ കിടക്കുക. അതുപോലെ വേറെ ഒരു വികാരമാണ് എന്തുവാ? കള്ളം പറയുന്നത്, ദുശ്ചിന്ത. ദുശ്ചിന്ത എന്ന് പറയുമ്പോൾ എന്തും അതുകൊണ്ട് ഉദ്ദേശിക്കണേ? പക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു സഹോദരിനെ കുറിച്ചൊരു കുറവ് ഞാൻ കാണുക. ആ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തുവാ? അവരെക്കുറിച്ചുള്ളൊരു ആവശ്യമില്ലാത്ത ചിന്ത വരുന്നു. പിന്നെ അത് കൂടി വരുന്നു. പിന്നെ അത് പുറത്തേക്ക് പോണത് എങ്ങനെയാണ്? ഒന്നുകിൽ നാവിൽ കൂടെയാണ് ഇത് പുറത്തു പോകുന്നത്. അപ്പോൾ ഇതെല്ലാം പിന്നെ എന്തുവാ? വേറൊരു സാധനമാണ് അഹങ്കാരം. അഹങ്കാരം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് 2 തലത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒന്ന് ഭൗതികമായിട്ടുള്ള അഹങ്കാരങ്ങൾ. എല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ള ദാനങ്ങളാണ് ശരിക്കും. എല്ലാം ദാനങ്ങളാണ്. ആ ബാക്കി ഒന്നെടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 4:7. ഓക്കെ, മതി. അപ്പോൾ എന്തോ പറയണേ? നിനക്ക് ലഭിച്ചതല്ലാണ്ട് നിനക്ക് എന്തോ ഉള്ളത്? അതാ ചോദിക്കുന്നത്. നീ അല്ലാത്ത പോലെ നീ എന്തിനാ പ്രശംസിക്കുന്നത്? നമുക്കൊന്നിലും പ്രശംസിക്കാനില്ല. സാധാരണ ഞങ്ങളുടെ അവിടെ റാന്നി നാടുകളിലേക്കാണെങ്കിൽ കുടുംബത്തിനെ ഓർത്ത് പ്രശംസ, വലിയ ഇന്ന കുടുംബക്കാരാന്ന് പറയുന്നത് ഭയങ്കര പ്രശംസ. എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. അതുപോലെ നമ്മുടെ മക്കൾ ഇന്നതാണ്, മക്കൾക്ക് ഇന്ന ജോലിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ജോലി, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്. ഇതെല്ലാം പറയുന്നതിൽ നമ്മൾ വളരെ ഉത്സാഹമാരാണ്, ഭയങ്കര സന്തോഷം പറയുന്നതിൽ. അതൊരു ചെറിയൊരു അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ. പിന്നെ അഹങ്കാരത്തിൻ്റെ വേറൊരു ഭാഗം ഞങ്ങളുടേത് ആത്മീക അഹങ്കാരം. ആത്മീക അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞങ്ങളെപ്പോലെ വചനം അറിയണവരില്ല.
നമ്മളാണ് ഏറ്റവും വലുത്, മറ്റുള്ളവർ മോശ, ഈ ചിന്തിക്കുന്നതും ഒരു അഹങ്കാരത്തിൻ്റെ ഇതാണ്. നമ്മളെല്ലാവരും ഉൾക്കൊള്ളാൻ, ഈ വെളിച്ചം കിട്ടിയത് ദൈവകൃപയാലാണ് എന്ന് നമ്മൾ ചിന്തിക്കാനും മറ്റുള്ളവർ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് വേണം. പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നൊരു വേർഡാണ്, ഞാനായതുകൊണ്ടാണ് ഇന്ന സ്ഥലത്തായത്. ആ വീട്ടിൽ അല്ലെങ്കിൽ വേറെ വല്ലവരായിരുന്നെങ്കിൽ കാണാമായിരുന്നു. അതെല്ലാ സ്ത്രീകൾക്ക് ആ തോന്നൽ വരാറുണ്ട്. അതൊരു അഹങ്കാരം. കാരണം ഞാനായതുകൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് അങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉള്ളത്. അതുപോലെ ഈ സെൻറ്റൻസ് എന്നെ എപ്പോഴും ചിന്തിപ്പിക്കണതാണ്. പിന്നെ മറ്റുള്ളവരുടെ കുറവുകൾ, അത് നമ്മളുടെ ഹൃദയത്തിനെ മോശപ്പെടുത്തുന്ന ഒരു ആക്കാണ്. പിന്നെ ഉള്ളത് എന്താണെന്നറിയോ? ആകുല ചിന്തകൾ. ഇത് നമ്മുടെ ഹൃദയത്തിനെ ഒത്തിരി കളങ്കപ്പെടുത്തുന്നതാണ്. ഈ ആകുല ചിന്ത വരുമ്പോൾ നമ്മുടെ കർത്താവ് എന്തെല്ലാം വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെന്നറിയോ? ഇതിനെല്ലാം പിന്നിൽ പറഞ്ഞുകൊണ്ടാണ് നിൻ്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ ഈ ആകുല ചിന്തയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടോ? ഒരിക്കലും പാടില്ല. എല്ലാ ചിന്തയും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ പറയാം. ഇതെല്ലാം ഈ വെച്ചുകൊള്ളുക, ഇട്ടുകൊള്ളുക എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചതാണ് കേട്ടോ. എൻ്റെ ഇതിൽ പോയ ഒരു സീൻ. അതായത് നമ്മുടെ സ്കൂൾ കുട്ടികൾ, ഇപ്പോൾ LKG കുട്ടികളാണ് ചോദിക്കുക. ഇപ്പോഴത്തെ LKG കുട്ടികളൊക്കെ ബാഗ് എന്ന് പറഞ്ഞാൽ അവരെക്കാളും വലുതാണ്, അത്ര ബുക്കാണ്. അപ്പോൾ ഇവർ ഈ ബാഗൊക്കെ ആയിട്ട് പോയി സ്കൂളിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ആ ബാഗും തൂങ്ങി ഇവർ വളരെ ക്ഷീണിച്ചാണ് വരുന്നത്. ആ ക്ഷീണിച്ച് വരുന്ന സമയത്ത് അമ്മ അവിടെ കാത്തു നിൽക്കുക. ഈ കുട്ടി ആ ബാഗ് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി എങ്ങനെ നടക്കുക? ഭയങ്കര ഫ്രീ, തുള്ളി ചാടി. അവൻ ആ ബാഗിൻ്റെ ഒരു വള്ളി പോലും പിടിക്കില്ല. അത്രമാത്രം അവൻ ഫ്രീ ആയി. അവനറിയാം അവൻ്റെ അമ്മയ്ക്ക് ഇത് താങ്ങാനുള്ള കഴിവുണ്ട്. അവൻ ഏൽപ്പിക്കുന്നത് ആരെയാണ്? അവൻ്റെ അമ്മേനെയാണ്. ഈ ഒരു മനോഭാവം വേണം നമുക്ക്. നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ ഭാരമൊക്കെ എൻ്റെ ഇട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ വള്ളിയുമ്പോൾ പിടിച്ച് വീണ്ടും ഭാരപ്പെടുക. അപ്പോൾ അങ്ങനത്തെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഹൃദയവും തെറ്റാണ്. ദൈവസന്നിധിയിലെ അത് വളരെ മോശമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിനെ അശുദ്ധമാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകരുത്. ഞാൻ വിശ്വാസത്തിൻ്റെ, ഇതൊക്കെ വേറെ സബ്ജക്റ്റായിട്ട് പോവും. വിശ്വാസത്തിൻ്റെ 3 തട്ടുകൾ എൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ട്. ഒന്ന് അവിശ്വാസം, രണ്ടാമത്തേത് അല്പവിശ്വാസം. ഈ അല്പവിശ്വാസവും അവിശ്വാസവും ഒരേ തട്ടി കൂടെ പോകണത്. നമ്മൾ വിചാരിക്കുക അല്പവിശ്വാസം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ദൈവത്തിന് ഇഷ്ടമാവുന്നു. അങ്ങനെയല്ല. അല്പവിശ്വാസിയുടെ ദോഷം എന്താണെന്ന് വെച്ചാൽ അവനറിയാം അവൻ വിശ്വസിക്കുന്ന ദൈവം ആരാന്ന്, എന്നിട്ട് പോലും ആ ദൈവത്തിന് മുഴുവൻ വിശ്വസിക്കുന്നില്ല. ആ ദൈവത്തിനെ താഴ്ത്തി കാണിക്കുക. കർത്താവ് വളരെ ശാസിച്ചിട്ടുണ്ട് അല്പവിശ്വാസികളെ. പത്രോസിനെ ഒരുപാട് ശാസിച്ചിട്ടുണ്ട്. പിന്നെ കർത്താവ് പറഞ്ഞിട്ടുള്ള വിലയേറിയ വിശ്വാസം, അതാണ് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടത്. അപ്പോൾ അവിശ്വാസം എന്നതും നമ്മുടെ ഹൃദയത്തിനെ മോശമാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനുള്ള റെമഡി എന്തുവാ? ഈ ഹൃദയത്തിലെ അശുദ്ധി, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത അശുദ്ധി മാറാനുള്ള 2 വാക്യം ഞാൻ എഴുതിയത്. ഒന്ന്, സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ കൂടെ പോയി. അതുപോലെ വേറൊരു വാക്യമുണ്ട്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാണ്ട് നിൻ്റെ വചനം ഉള്ളിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഈ 2 കാര്യവും വരുമ്പോൾ നമുക്ക് ഈ അശുദ്ധിനെ ജയിക്കാൻ നമുക്ക് കഴിയും. കാരണം ഒരു സ്ഥലത്തുണ്ടല്ലേ, ഒരു അശുദ്ധാത്മാവ് ബാധിച്ചിട്ട് അവൻ പോയിട്ട് നീരില്ലാത്ത സ്ഥലമൊന്നും കണ്ടപ്പോൾ തിരിച്ചെന്ത് വന്നു? തിരിച്ച് 7 ഇരട്ടി ശക്തി 7 ആളുകളെയും കൊണ്ടാണ് തിരിച്ചു വരുന്നത്. നമ്മുടെ ഹൃദയം ബ്ലാങ്കായിട്ട് കിടക്കുമ്പോൾ അവിടെ വീണ്ടും അശുദ്ധാത്മാവ് വന്ന് പ്രവർത്തിക്കുക. അപ്പോൾ ആദ്യത്തെക്കാളും മോശമായിട്ട് തീർന്നു. ഇപ്പം ഞാൻ അതുപോലെ ഉൽപ്പത്തിയിലുണ്ടല്ലേ, പാപം നിൻ്റെ വാതിൽക്ക് കിടക്കുന്നു, അതെപ്പോഴും വാതിൽക്കൽ കിടക്കുക, അതിൻ്റെ ആഗ്രഹം എപ്പോഴും നിന്നോടാ, നീയോ അതിനെ കീഴടക്കണം. അപ്പോൾ ഇപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കും ഈ സന്ധിക്ക് കൊതുക് കയറണത്, ഈ കൊതുകുകൾ നമ്മൾ ഈ വാതിലൊന്ന് തുറക്കാൻ എടുക്കുമ്പോൾ ഉള്ള കൊതുക് മൊത്തം കയറും. ഇപ്പം നമ്മൾ എത്ര കഷ്ടപ്പെട്ട നെറ്റടിക്കുന്നു എല്ലാം. ഇത്രയും ജാഗ്രത നമ്മുടെ ഹൃദയത്തിനെ കാക്കാൻ, ഹൃദയത്തിനെ. അതുപോലെ 141 സങ്കീർത്തനം എടുക്കണ്ട,
നീ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുവാ ഈ കാവൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു കാവൽക്കാരനെ നിർത്തുക എന്ന് പറഞ്ഞാൽ കടത്തേണ്ട ആളുകളെ കടത്തണം, കിടക്കാൻ പാടില്ലാത്തതിനെ കൊണ്ട് പിടിച്ച് നിർത്തണം. ഇത് തന്നെയാണ് നാവിനെ ആയാലും ഹൃദയത്തിനായാലും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾക്ക് കടത്തേണ്ട ആളുകളെ മാത്രമേ കടത്താൻ പാടുള്ളൂ, അല്ലാത്തവരവിടെ നിർത്തണം. പിന്നെ ഞാൻ ഹൃദയത്തിൻ്റെ വിശുദ്ധീനെ കാക്കാനുള്ള 2 കാര്യമാണ്. സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊള്ളുക. അതുപോലെ എന്താ പറഞ്ഞേ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടത് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് മലയാളം പ്രോസിൽ കഥയൊന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. 2 പേർക്ക് 1 രൂപ കൊടുക്കണം. അന്നത്തെ കാലത്ത് 1 രൂപ എത്രയൊക്കെ വിലയാന്ന് അറിയില്ല, മൂല്യം. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഒരു യജമാനൻ 2 പേർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ 1 രൂപ കൊണ്ട് നിങ്ങളുടെ വീട് നിറയ്ക്കണം. അതിൽ ഒരാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അന്ന് 1 രൂപ കൊണ്ട് കുറേ ചപ്പ് ചവറുകൾ വാങ്ങി. ചപ്പ് ചവറോ ചാണകമോ എന്തൊക്കെയോ മലിനപ്പെട്ട കുറേ സാധനം 1 രൂപയ്ക്ക് അന്ന് കിട്ടുമായിരുന്നു. അതുകൊണ്ട് വീട് ഫുൾ നിറച്ചു. മറ്റേ ആൾ എന്ത് ചെയ്തു, 1 രൂപ കൊണ്ട് ഒരു മെഴുകുതിരി, ചന്ദനത്തിരി ഇതെല്ലാം വെച്ച് അവൻ്റെ വീട് 2 പേരും വീട് നിറച്ചു. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഇതുപോലെ ദൈവവചനം കൊണ്ട് നിറച്ചാൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതും എന്തുവാ, സുഗന്ധമായിരിക്കും. വിശുദ്ധിയുടെ ആലയങ്ങളായിട്ട് എൻ്റെ ഹൃദയം തീരട്ടെ. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടാട്ടെ ഇപ്പോഴും എനിക്ക് വേണ്ടിയാ ഈ വചനം ശരിക്കും പറയുന്നത്. അത് നമുക്കെല്ലാവർക്കും ചിന്തിക്കാൻ വകയാകട്ടെ ഓർത്ത് പറയുന്നു. അപ്പം നമ്മുടെ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ റാന്നിയിൽ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് വലിയ കുറച്ച് മക്കൾ 10 പേരും അമേരിക്കയില്ല. അമ്മച്ചി തന്നെ റാന്നിയിൽ. ആ സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് കാണാൻ പോകുമ്പോൾ ഈ അമ്മച്ചിയുടെ ജോലി ഫുൾ ടൈം ബൈബിൾ വായിക്കുക. ഒരു ദിവസം 10 അധ്യായം വായിക്കുന്നത്. അമ്മച്ചിക്ക് വേറൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ അമ്മച്ചിക്ക് നമ്മളെ കാണുമ്പോഴും എത്ര ഹാപ്പിയാണെന്നറിയോ. ഒരു ആകുല ചിന്തയില്ല. മക്കളെക്കുറിച്ച് നല്ലത്. 10 മക്കളും അമേരിക്കയില്ല, അവർക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് പറയാം. പക്ഷേ ഒന്നുമില്ല, വളരെ തൃപ്തിയായിട്ടുള്ളൊരു അമ്മച്ചി. അമ്മച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കും ഒരു സന്തോഷം. അപ്പോൾ പ്രിയ എൻ്റെ സഹോദരിമാരെ, എനിക്ക് ആദ്യത്തെ പോയിൻ്റാണ്, നമ്മുടെ ദൈവം വിശുദ്ധനാകിയാൽ നമ്മളും വിശുദ്ധരാവണം. അതെൻ്റെ നാവിലും പ്രവൃത്തിയിലും എൻ്റെ ഉള്ളിൽ എന്താ കിടക്കണമെന്ന് വെച്ചാൽ അതാണ് ഈ നാക്കിൽ കൂടെ പുറത്തു വരുന്നത്. തീത്തോസിൻ്റെ ആ വാക്യം കൂടെ ഒന്ന് വായിച്ചു. നല്ല തീത്തോസ് 1:15. അതെ, അപ്പം നമ്മുടെ ഹൃദയം ശുദ്ധിയാണെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്നതും ശുദ്ധിയുള്ളതായിരിക്കും. അത് മറ്റുള്ളവർക്ക് ആശ്വാസകരമായിരിക്കും, ധൈര്യമായിരിക്കും. നമ്മുടെ സാന്നിധ്യം തന്നെ അവർക്ക് വലിയൊരു സന്തോഷകരമായിരിക്കും. അടുത്തൊരു ആട്രിബ്യൂട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്, സ്നേഹവാനായിട്ടുള്ളൊരു പിതാവ് നമുക്കുള്ളത്. നമ്മുടെ സാക്ഷ്യങ്ങളിലൊക്കെ നമ്മളത് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചു. അത് നമുക്കൊരു സാക്ഷ്യം പറയാൻ ഇവിടെ അവസരം കൊടുത്ത് എല്ലാവരുടെ വാക്കുകളും വരുന്നില്ല. അപ്പോൾ ആ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയാമല്ലേ. നിത്യസ്നേഹം കൊണ്ട് എന്നെ സ്നേഹിക്കുന്നു. എന്നെ പാപിയായിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ച കർത്താവ്, ദൈവം തൻ്റെ പുത്രനെ നൽകി നമ്മളെ സ്നേഹിച്ചു. ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു മനുഷ്യരൂപമാണ് യേശു ക്രിസ്തു. നമ്മൾ ഈ ലോകത്തിലായിരുന്നു പോയത്. എല്ലാ തലത്തിലുള്ളവരെ സ്നേഹിച്ചു, ആരെയും മാറ്റി നിർത്താതെ സ്നേഹിച്ച ഒരു കർത്താവ് നമുക്കുള്ളത്. ആ കർത്താവ് നമ്മളിൽ നിന്നും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് ഇങ്ങനെ സ്നേഹിച്ച പോരല്ലേ, ഒരു കെഞ്ചന പോലെ കർത്താവ് പറയുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ. പത്രോസിനോട് പറയാ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ, നീ എന്നെ സ്നേഹിക്കുന്നോ? 3 പ്രാവശ്യം ചോദിച്ചത്. ഒരു ലോക സൃഷ്ടിതാവായിട്ടുള്ള പിതാവിൻ്റെ മകൻ നമ്മളോട് ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നു? അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. അതുപോലെ ഹോശേയിലൊരു വാക്യം കൂടെ, ഹോശയ അതും കൂടെ ഒന്ന് വായിക്കാം. ഹോശയ 11:1, 2, 3 വാക്യം.
മതി. അതെല്ലാം കർത്താവ് പറയാം, ഞാൻ നിനക്ക് എന്തെല്ലാം ചെയ്തു. ഞാൻ നിന്നെ സ്നേഹിച്ചു, ബാലനായപ്പോൾ തുടങ്ങി ഞാൻ നിന്നെ സ്നേഹിക്കുക, നിന്നെ നടക്കാൻ ശീലിപ്പിച്ചു, ഞാൻ നിനക്ക് തീനിട്ട് നടന്നു. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ വിളിക്കും തോറും നീ എന്താ പോകുക. എനിക്കിത് വായിച്ചപ്പോൾ ഒരു ദയനീയമായിട്ടുള്ള ഒരു അപ്പൻ്റെ ഒരു അവസ്ഥ തോന്നി. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇത് തന്നെ കർത്താവ് നമ്മളോട് പറയണേ, ഞാൻ നിനക്ക് എന്തെല്ലാം ചെയ്തു. നീ പറയുന്നുണ്ട് ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നീ എന്നെ എത്ര സ്നേഹിക്കുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു 3 തട്ടുകൾ ഞാൻ ചിന്തിച്ചു. അതായത് യേശുക്രിസ്തുവിനോട്, കർത്താവിനോട് അനുബന്ധിച്ച്. കാരണം യേശുക്രിസ്തു ഈ ലോകത്തിൽ നടന്ന കാലം 3.5 വർഷം അനേക പുരുഷന്മാർ കൂടെ ഉണ്ടായിരുന്നു. പുരുഷന്മാരുണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ പുരുഷാരം എല്ലാവരും ദൈവത്തിൽ നിന്ന്, ഈ യേശുവിൽ നിന്ന് നന്മ അനുഭവിച്ചവരാണ്. ഇതിൻ്റെ എല്ലാം ഈ സ്നേഹത്തിൻ്റെ ക്ലൈമാക്സ് കാണുന്നതെല്ലാം യേശുവിൻ്റെ അവസാന സമയത്താണ്. അതിൻ്റെ ഒരു സമയം ഇപ്പോൾ പുരുഷാരം കൈവിട്ടു. പിന്നെയുള്ള 12 ശിഷ്യന്മാരിൽ ഞാൻ ആര് വെറുത്താലും ഞാൻ തള്ളി പറയില്ല, ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ പത്രോസിനെ അവസാനം കൈവിടേണ്ടി വന്നു. അപ്പോൾ പത്രോസിൻ്റെ സ്നേഹം അവിടെ വരെ വന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്നേഹമാണ് അടുത്ത സ്നേഹം. അതാണ് മറിയയുടെ സ്നേഹം. അവൾക്കത് കഴിഞ്ഞിട്ടും അവൾക്ക് ഒരു പേടിയില്ലാതെ, അന്നത്തെ ആ കലുഷമായ അന്തരീക്ഷത്തിൽ ഒരു സ്ത്രീ രാത്രി പോയിട്ട് ഒരു ദേഹം ചോദിക്കാന്ന് പറയുമ്പോൾ അവളെന്ന് പറഞ്ഞ ഒരു 1 യോഹന്നാനിലുണ്ട് അല്ലേ, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറക്കാന്ന്. അവൾ അത്രമാത്രം കർത്താവിനെ സ്നേഹിച്ചു. അവൻ്റെ ശരീരം ഞാൻ എടുത്തുകൊണ്ട് പോവുക, ഒരു പുരുഷൻ്റെ ശരീരം എടുക്കാൻ അവൾ എന്തിനും തയ്യാറായിട്ടിരിക്കുക. ആ സ്നേഹമാണ് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം. എന്നെ തന്നെ വെടിഞ്ഞ് എന്നെ സ്നേഹിച്ച കർത്താവ്, അവൾക്കറിയാം അവളെ ആരും നോക്കാനോ ഒന്നിനും, എല്ലാവരും സമൂഹം തള്ളിക്കളഞ്ഞ സ്ഥാനത്താണ് യേശു അവളെ സ്നേഹിച്ചു കൊണ്ടുവന്ന്. ആ സ്നേഹത്തിൻ്റെ വില അവൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവൾ ഈ അവസാന സമയത്തും അത് കഴിഞ്ഞിട്ടും ആ കർത്താവിനെ പേടിക്കാതെ പിൻപറ്റാൻ അവൾ തുനിഞ്ഞത്. ഈ സ്നേഹമാണോ? നമുക്ക് തന്നെ ചിന്തിക്കാം. ഈ പുരുഷാരത്തിൻ്റെ സ്നേഹമാണോ എനിക്കുള്ളത്? അതല്ലെങ്കിൽ പത്രോസിൻ്റെ സ്നേഹമാണോ? അതോ മറിയയ്ക്കുണ്ടായ സ്നേഹമാണോ എനിക്കുള്ളത്? അത് നമുക്ക് തന്നെ ചിന്തിക്കാം. അത്രയും ഞാനത് വിടുക. അപ്പോൾ കർത്താവ് അതുപോലെ തന്നെ ആഗ്രഹിക്കണതാണ്. തിരിച്ച് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്? അത് തിരിച്ച് നമ്മൾ പറയുന്നത്, നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നതിനാൽ, കൽപ്പനകളെ അനുസരിക്കുന്നതുകൊണ്ട് ആ സ്നേഹം പ്രകടിപ്പിക്കുക. അതുപോലെ തമ്മിൽ സ്നേഹിക്കുന്നത്. ഈ തമ്മിലുള്ള സ്നേഹം കാണാത്തതുകൊണ്ടാണ് അനേകർ ഈ ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നത്. പല മനുഷ്യരും, ഞാൻ ഈ അടുത്ത് ഡോക്ടർ രാധാകൃഷ്ണൻ, അവരോട് ആരാണ്ട് ചോദിച്ചു നിത്യതയെ കുറിച്ച് വലുതും പറയുന്നു, അതായത് മരണശേഷത്തിനെ കുറിച്ച്. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞത്, ഞാൻ അതിനാകെ കൂടി ഉത്തരം പറഞ്ഞത് ബൈബിളേ ഉള്ളൂ. ഇവർക്കെല്ലാം ബൈബിൾ അറിയാം, പക്ഷെ അവർ ദൈവസന്നിധിയിൽ വരാത്തതിൻ്റെ ഒരു വലിയ കാരണം എന്തുവാ? നമ്മൾ തന്നെയാണ്. നമ്മുടെ ആ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ കാണാത്തതുകൊണ്ടാണ് അനേകർക്ക് ഇതിൽ നിന്ന് പിന്മാറേണ്ടത്. അപ്പോൾ നമ്മളിതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. ഇനി കർത്താവ് സ്നേഹിച്ച പല കൂട്ടരുണ്ട്. എല്ലാ കൂട്ടരെയും സ്നേഹിച്ചു. അതിലൊന്നാണ് എപ്പോഴും നമ്മൾ പറയാം, പാപികളെ സ്നേഹിച്ചു. പിന്നെ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം യോഹന്നാൻ 13:1. യോഹന്നാൻ്റെ സുവിശേഷം 13:1. ഓക്കെ, 13-ാം വാക്യത്തിൻ്റെ ആ ഭാഗമാണ്. ലോകത്തിൽ തനിക്കുള്ളവരെ അവസാനത്തോളം സ്നേഹിച്ചു. നമ്മൾ ഓർക്കും ശത്രുക്കളെ സ്നേഹിക്കാനാണ് ബുദ്ധിമുട്ടെന്ന്. അതിനേക്കാളും ബുദ്ധിമുട്ടാണ് നമ്മൾ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്ടിലെ പല ആളുകളെ സ്നേഹിക്കാൻ. അവരെ നമ്മൾ നിരന്തരം കാണുക. അവരിലുള്ള പല സ്വഭാവ വൈകല്യങ്ങൾ, അല്ലെങ്കിൽ സഭയിലുള്ളവരുമായിട്ട് ഒന്നിച്ച് എപ്പോഴും കാണുന്നു. അങ്ങനെയുള്ളവരെയാണ് സ്നേഹിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുന്നത്. ശത്രുക്കളെ നമ്മളൊന്നും എപ്പോഴും കാണാൻ പോകുന്നില്ല. ഈ അല്ലാത്ത ആളുകളെയൊന്നും ഇവരെയൊക്കെ സ്നേഹിക്കാൻ വളരെ ബുദ്ധിമുട്ട് വരും. അത് എല്ലാവരുടെ ജീവിതത്തിലും ഒരളവിൽ അല്ലെങ്കിൽ വേറെ അളവിൽ കാണുന്നത്. അപ്പോൾ ഞാനത് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സ്നേഹിക്കാൻ പ്രയാസം തോന്നിയ പല സമയമുണ്ട്. അപ്പം ഞാൻ ഉറക്ക പാട്ട് പാടും. ഞാൻ അവലംബിച്ച ചില കാര്യങ്ങൾ പറയാം. ഈ പാട്ടാണ് ഞാൻ പാടുന്നത്. മിക്ക
നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ സ്തോത്രം. അപ്പോൾ സ്നേഹിക്കാൻ ഭയങ്കര ടഫായിട്ട് തോന്നുമ്പോൾ ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണമേ, നിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അങ്ങനെയുള്ള പ്രാർത്ഥനയോട് കൂടെ ചെയ്യുമ്പോൾ ഞാൻ മാറുക, എനിക്ക് സ്നേഹിക്കാൻ നല്ലപോലെ പറ്റുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അന്തരീക്ഷം. അതുപോലെ സ്നേഹിക്കാൻ നമ്മളെക്കുറിച്ച് കുറ്റപ്പെടുത്തൽ കേട്ട് നമ്മളെ വളരെ വിഷമിപ്പിക്കുന്ന വ്യക്തികളെ, ആ വ്യക്തികളെ ഫോൺ വിളിച്ച്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളത് നിങ്ങൾക്കും ചെയ്യാം, ഫോൺ വിളിച്ച് അവരുടെ ക്ഷേമാന്വേഷണം അന്വേഷിക്കും. പറ്റുന്നവരെ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ഇന്ന വ്യക്തിക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ഒരു അവസരം എനിക്ക് തരണേ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ടോട്ടലി മാറുക, അവരും മാറുന്നു, നമ്മളും മാറുന്നു. ഇങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ വിഷമം തോന്നുന്ന ഘട്ടങ്ങളിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ആ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരും മാറുന്നു, ഞാനും മാറുന്നു. അങ്ങനെ ആ സ്നേഹം പ്രാക്ടീസ് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്നേഹത്തിനെ കുറിച്ച് ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കാം അല്ലേ. അഗപ്പേ സ്നേഹം എന്തൊക്കെയോ, എനിക്ക് അത്ര അറിയില്ല, അതിത് മാത്രമേ ഓർമ്മയുള്ളൂ. നമ്മൾ എന്തുമാത്രം പ്രസംഗങ്ങളും പ്രബന്ധങ്ങളും അവതരിപ്പിച്ചാലും നമുക്ക് സ്നേഹിച്ചില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ ഏറ്റവും അധികം പ്രസംഗിക്കാവുന്ന വിഷയവും സ്നേഹം തന്നെയാണ്. ഞാനൊരിക്കലും ഒരു കുട്ടിയുടെ ഒരു അനുഭവം കേട്ടിട്ടുണ്ട്. കഥയായിരിക്കാം, മഴയെക്കുറിച്ച് എഴുതാം, എസ്സേ ആണ്. മഴ എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഉണ്ടാവുന്നു, എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ കൂടുതൽ എസ്സേ എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യം കാണൂല. അപ്പോൾ ഈ 2 പേജിൽ കുറയാതെ എഴുതുക. ഈ കുട്ടി എഴുതിയത് എന്താണെന്നറിയോ? ചറ പറ എന്ന് 2 പേജ് മൊത്തം. കാരണം മഴ പെയ്യുന്ന ശബ്ദം. അതുകൊണ്ട് എന്തോ ഉണ്ടായത്, ഇതുപോലെ നമ്മുടെ പല എസ്സേകളും വരണ്ടേ. സ്നേഹത്തിനെ കുറിച്ചുള്ള ആ സ്നേഹിക്കാതെ നമ്മൾ എന്തുമാത്രം പ്രസംഗിച്ചാലും പ്രബന്ധം എഴുതിയാലും ഒന്നും ഞാൻ സ്വന്തമായവരെ സ്നേഹിച്ചില്ലെങ്കിൽ ഇതെല്ലാം ഈ ചറപറ എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ ദൈവം നമ്മളെ ആ വിധത്തിൽ നമുക്ക് സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ള മേഖലയുണ്ടെങ്കിൽ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. ഞാൻ ഇന്നും പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരണേട്ടാ. ഇതൊന്നും തികഞ്ഞിട്ടൊന്നുമല്ല പറയണത്. അടുത്ത ഒരു കർത്താവിൻ്റെ ആട്രിബ്യൂട്ടാണ് ക്ഷമയുള്ള പിതാവ്. നമ്മളെപ്പോഴും പറയും, എനിക്ക് ക്ഷമ കിട്ടി, എന്നെ ക്ഷമിച്ചു. കർത്താവിൻ്റെ ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ സങ്കീർത്തനം 103 7, 8, 9, 10. പിന്നെ അതൊന്ന് വായിച്ചാൽ നല്ലതാണ്. നമുക്കെല്ലാവർക്കും അറിയണത്, എന്നാലും ഒന്നും കൂടെ വായിക്കാം. 7, 8, 9, 10. സങ്കീർത്തനം 103. സ്തോത്രം. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്, ഭയങ്കര സ്തോത്രം പറയാൻ തോന്നുന്നു. ഞാൻ ചെയ്യുന്നതിനൊത്തും പകരം ചെയ്യാത്തൊരു കർത്താവ്, എന്നോട് ക്ഷമിക്കുന്നൊരു കർത്താവ്. ഇത് കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ തിരിച്ചെങ്ങനെയാണ്, ഞാൻ ക്ഷമിക്കുക. അതുപോലെ നഹൂം 7:19, എനിക്ക് അത് വലിയ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. നഹൂം 7:19. നഹൂം 7 നോക്കട്ടെ. ഓക്കെ, സോറി, 3 അല്ല, ആ വാക്യമല്ല കേട്ടോ. എന്നാൽ പിന്നെ അത് സോറി, മീഖ 7:18, 19. മീഖ സ്തോത്രം. സ്തോത്രം. അപ്പോൾ ചവിട്ടിക്കളഞ്ഞ് നമ്മുടെ അകൃത്യങ്ങളൊക്കെ ചവിട്ടിക്കളയുക, അതല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത പോലെ നമുക്ക് ക്ഷമിച്ചു തരുന്നൊരു പിതാവാണ് നമുക്കുള്ളത്. ആ പിതാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ?
നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയണം. ആ ക്ഷമ ആണ് കർത്താവ് നമ്മളെ എപ്പോഴാണ് ഈ ക്ഷമ ഇല്ലാതെ വരുന്നത്? രണ്ട് വ്യക്തികൾ തമ്മിലൊരു ഫൈറ്റ് നടന്നു എന്ന് ഓർക്കട്ടെ. അത് സഭയായാലും വ്യക്തികളായാലും കുടുംബത്തിലായാലും രണ്ട് വ്യക്തികൾ തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. ഇതിലെ ഒരു വ്യക്തി ഞാൻ തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കുമത് കഴിഞ്ഞ അതോടുകൂടെ എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കുന്നു, ഒരു വാക്ക്, ഒരു സെൻറ്റൻസ്. ഞാൻ ഈ വരുന്നതിന് ഈ ഒരാഴ്ച വലിയൊരു പ്രതിസന്ധി കൂടെ പോയിട്ട് വന്ന് ഞാൻ ഓർത്ത് ദൈവം എന്തിനാ എന്നെ ഇതിൽ കൂടെ കടത്തി വിടുന്നത്? എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല കേട്ടോ. ഒരു കുടുംബത്തിലെ ഒരു അമ്മയും മകളും തമ്മിലുള്ള പ്രയാസത്തിൻ്റെ അത് വർദ്ധിച്ച് അത് സഭയിലേക്ക് വരെ പ്രയാസമാകുന്ന അത്ര സങ്കീർണമായിട്ടുള്ളൊരു കാര്യമായി. അമ്മ ഒരു വശത്ത് നിന്ന് എന്നോട് സംസാരിക്കുന്നു, മോള് സംസാരിക്കുന്നു, ഇതിൻ്റെ ഇടയിൽ ഞാൻ വിഷമിക്കുന്നു. അപ്പം ഞാൻ ഓർത്ത് ദൈവം എന്തിനാ എനിക്ക് വചനമായിട്ട് നിൽക്കേണ്ട ആളല്ല, ഞാൻ ഇതിന് വേണ്ടി എന്നെ ഇതിൽ കൂടെ കടത്തി വിട്ടേന്ന്. പക്ഷെ പിന്നീട് മനസ്സിലായത് ദൈവം എന്നെ അതിൽ കൂടെ കടത്തി വിട്ടതാ. അവരോട് പറയേണ്ട ഇന്ന കാര്യം ചെയ്യണം, ആലോചന പറഞ്ഞു കൊടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അതിലൊരു കാര്യം ഞാൻ പറഞ്ഞത്, എനിക്ക് തെറ്റുപറ്റി പോയെന്ന് ഒരാൾ പറയാൻ പറഞ്ഞു. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പല വിഷയങ്ങൾക്കും വളരെ എത്ര സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളായാലും ഒരാളതിൽ തെറ്റിയെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ശരിയാകുന്നിടത്തോളം ഒരിക്കലും പ്രശ്നം മാറുകയില്ല, അത് കുറേയും കൂടെ സങ്കീർണമാവുകയുള്ളൂ. അപ്പോൾ ഇതും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യം. അങ്ങനെ ഇപ്പം നമ്മൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തോൽക്കുകയല്ല, ജയിച്ചതാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് അവൻ ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അതിന് ചുട്ട മറുപടി കൊടുത്തു. ആ ചുട്ട മറുപടി കൊടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഞാൻ ജയിച്ചു എന്നാ. പക്ഷെ ദൈവസന്നിധിയിൽ അത് വലിയൊരു തോൽവിയാണ്. നീയല്ല മറുപടി കൊടുക്കേണ്ടിയിരുന്നത്. നിനക്ക് പകരം ഞാൻ മറുപടി കൊടുക്കാൻ ഇരിക്കുമ്പോഴേ നീ അതിനേക്കാളും മുന്നേ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനെങ്ങനെ കൊടുക്കുന്നത്? അപ്പോൾ അവിടെ നമ്മൾ തോൽവി ഇടയ്ക്കുക. അപ്പോൾ ഈ ക്ഷമിക്കാനും ഒക്കെ ഉള്ളതിൽ നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള മാതൃക, ഞാൻ തോറ്റു അല്ലെങ്കിൽ ഞാൻ ശരിയല്ല എന്ന് അർപ്പിക്കുമ്പോൾ ഇതിനൊരു വലിയ പരിഹാരം കിട്ടുക. അതുപോലെ അടുത്ത ദൈവത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് വിശ്വസ്തനായ ദൈവം. നമ്മൾ എപ്പോഴും പറയുന്നത് കർത്താവോ വിശ്വസ്തൻ, ഞാൻ അവിശ്വസ്തനായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത. പിന്നെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, അത് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ദൈവം വളരെ വിശ്വസ്തനാണ്, അതിലൊരു കുറവുമില്ല. പക്ഷെ ഞാൻ എത്ര വിശ്വസ്തനാണ്. ആ പല വാഗ്ദത്തങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ദൈവത്തിന് വിശ്വസ്തത പുലർത്തണമെങ്കിൽ പല കണ്ടീഷൻസും ഉണ്ട്. ആ കാര്യം നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്ത ദൈവം അത് തീർച്ചയായിട്ടും നിവർത്തിക്കും. അതിന് ചിലപ്പോൾ നീണ്ട കാലയളവ് വേണ്ടി വരും. ഞാൻ എൻ്റെ അനുഭവത്തോടു കൂടെ പറയാം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ വാക്ക് പറയാൻ വേണ്ടി ഇവരെല്ലാം റാന്നി പോയപ്പോൾ ഞാൻ വീട്ടിൽ തനിയെ ഇരുന്ന് ബൈബിള് വായിക്കുക. അന്ന് എനിക്ക് ഇംഗ്ലീഷൊന്നും അത്രയും ഇതൊന്നുമല്ല, പക്ഷേ ഞാൻ അന്ന് ഇംഗ്ലീഷ് ബൈബിളാണ് വായിച്ചത്. അത് 85-ാം സങ്കീർത്തനം 12-ാം വാക്യം എന്നെ സ്ട്രൈക്ക് ചെയ്തത്, ഒരു വാഗ്ദത്തം പോലെ എനിക്ക് കിട്ടിയത്. അത് മലയാളത്തിൽ ഒരു വാക്യമുള്ളൂ, യഹോവ നന്മ നൽകുകയെന്ന്, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ വായിച്ച ഇംഗ്ലീഷ് ബൈബിളിൽ ഗോഡ് ഇൻഡീഡ് ഗീവ് വാട്ട് ഈസ് ഗുഡ് ഫോർ യു, ഇങ്ങനെയാണ് തന്നത്. അപ്പം അതൊരു വാഗ്ദത്തം പോലെ എൻ്റെ മനസ്സിൽ കിടക്കുക. പിന്നെ അവരവിടെ ചെന്നു വാക്ക് പറഞ്ഞൊക്കെ തിരിച്ചു വന്നു. അപ്പം പിന്നെ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം വിചാരിച്ച പോലെയൊന്നുമില്ല. നമ്മൾ എല്ലാം ദൈവം നന്നായി തരും, ആ ഒരു വാഗ്ദത്തത്തിൽ പോയപ്പോൾ വളരെ വ്യത്യസ്തമായ അന്തരീക്ഷത്തിൽ പോകണു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവം എനിക്ക് ഈ വാഗ്ദത്താണല്ലോ തന്നത്, ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ, ഞാൻ മാത്രം ഒരു പ്രയോജനവും ഇല്ല, ഒന്നുമില്ല, എന്നെ കൊണ്ടുപോയോടത്ത് എന്തോ ഉപകാരം, ഇതെല്ലാം മനസ്സിൽ കൂടെ പോകുന്നുണ്ട്. എന്നാലും ഞാനിതിൽ മുറുകെ പിടിച്ചു, ഇല്ലത് ദൈവം തന്നതാണ്. സ്തോത്രം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ സിസ്റ്ററിനോട്, എൻ്റെ നാത്തൂനോട് വെറുതെ ചോദിച്ചു, സൂസൻ, എനിക്കൊരു വാഗ്ദത്തൊക്കെ കിട്ടി, ഞാനിവിടെ എന്തോ കാര്യം, എന്ത് നന്മയുള്ളത് എന്ന് പറഞ്ഞപ്പോൾ സൂസൻ എന്നോട് പറഞ്ഞു, ഫേബ ഇവിടെ വന്നത് ഈ വീടിന് നന്മയായി തീർന്നു. അത് ഞാൻ വർഷങ്ങൾക്ക് ശേഷം അത് കേൾക്കുന്നത്. അപ്പോൾ ദൈവം വിശ്വസ്തനാണ്. നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു വാക്യമുണ്ട്,
ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഈ വാഗ്ദത്തം പ്രാപിക്കാൻ ഒരു കാലയളവ് ദൈവം തരും. ആ സമയത്ത് നമ്മൾ സഹിഷ്ണുതയോടുകൂടെ ട്രെയിനിങ് പീരീഡായിട്ട് ഏറ്റെടുത്ത് എല്ലാറ്റിനെയും ജയിച്ച് വരുമ്പോഴാണ് നമുക്ക് ഈ വാഗ്ദത്തങ്ങൾ ദൈവം തിരിച്ചു തരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഞാൻ ഓർത്തു, പലരുടെയും വാഗ്ദത്തങ്ങളുണ്ട്. നമ്മുടെ യോസേഫിനെ കുറിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നണേ, യോസേഫിന് ശരിക്കും അവനൊരു മന്ത്രിയുടെ സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. അവന് പല കാര്യങ്ങളും ഉണ്ട്, പക്ഷേ അവനെ കടത്തിവിടുന്ന ഭാഗങ്ങളോ എല്ലാം മോശപ്പെട്ട കാര്യം. പണ്ട് ബോവസളപ്പൻ ഒരു മെസ്സേജ് തന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ യോസേഫിന് നേരത്തെ അറിയാമായിരുന്നു, എനിക്ക് മന്ത്രി ആവുന്ന അറിയാമായിരുന്നെങ്കിൽ യോസേഫ് പറയുന്നു, ഇതെന്തെന്നെ പൊട്ടക്കുളത്തിലിടാത്തെ, എന്നെ പൊട്ടക്കിണറിലിടാത്തെ, ഇതെന്തെന്നെ പോത്തിഫറിൻ്റെ അവിടെ കൊണ്ടുപോകാത്തെ. അവന് ധൃതിയാണ്, അതൊക്കെ ഒന്ന് കടന്നിട്ട് വേണം, അവനറിയാം അതവിടെ എത്തും. അപ്പോൾ ആ ഒരു ധൃതിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പൊട്ടക്കിണറും പോത്തിഫറിൻ്റെ ഭവനങ്ങളെല്ലാം ഉണ്ടാവും. എങ്ങനെ ആയിരിക്കുമ്പോൾ ഈ യോസേഫ് നല്ല ബുദ്ധിമാനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെയാണ് ദൈവം ഇതിൽ കൂടെ എല്ലാം കടത്തി വിടുന്നത്. അവസാനം അവൻ എത്തേണ്ട സ്ഥാനത്ത് ദൈവം എത്തിക്കും. അബ്രഹാമിനായാലും അവൻ ദൈവം വിശ്വസ്തനാണ്, അവന് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനെ ഒരു ദൂതൻ പറഞ്ഞു വന്നിട്ട് പിറ്റേ ദിവസം ഇത് നടപ്പാക്കുകയല്ല. അതിനൊരു സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവം നമ്മളോട് വിശ്വസ്തത കാണിച്ചെങ്കിൽ നമ്മൾ എത്രമാത്രം വിശ്വസ്തരാണ്. എൻ്റെ താലന്തുകൾ, എൻ്റെ കൃപാവരങ്ങൾ നമ്മൾ എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട്. ഇനി കൃപാവരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലോ, ഒന്നിനും പ്രയോജനപ്പെടാത്ത ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എവിടെയും പോകുന്നില്ല, വീട്ടിലെ അടിച്ചു വാരി തുടയ്ക്കുക, അവിടെ വരുന്നവരെ സൽക്കരിക്കുക, ഇത്രമാത്രമുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അന്നത്തെ എൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞത്, ഞങ്ങളുടെ ഒരു 5-6 വീട്ടുകാർ ബന്ധുക്കളാണ്. മതിൽ കെട്ടൊന്നുമില്ല, അങ്ങനെ ഏകദേശമൊക്കെ ഒരുപോലെ ഒരേ നിരയിൽ കിടക്കുന്നു. എൻ്റെ റൈറ്റ് സൈഡിൽ വീട്ടിലൊരു അമ്മച്ചിയുണ്ട്, അപ്പുറത്ത് വീട്ടിലൊരു അമ്മച്ചിയുണ്ട്. ഈ 2 അമ്മച്ചിമാരെയും കാലത്തും വൈകിട്ടും പോയി കാണുക, അവരുടെ സംസാരങ്ങൾ കേട്ടിരിക്കുക. ഒരമ്മച്ചി തന്നെ ജീവിക്കണേ, മറ്റേ അമ്മച്ചിക്കാണെങ്കിൽ മകനും മരുമകളെല്ലാം ജോലിക്ക് പോകുന്ന ആ അമ്മച്ചിയും തന്നെ. അപ്പം ഇവരുടെ സങ്കടങ്ങൾ കേൾക്കുക, അവരെ കേൾക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ദൈവം തന്ന ആദ്യത്തെ ഡ്യൂട്ടി. പക്ഷെ പിന്നീട് അതിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, അപ്പം പെട്ടെന്ന് നമ്മൾ ആരെങ്കിലും താലന്തുകളെന്നോ അല്ലെങ്കിൽ കൃപാവരങ്ങളെന്ന് പറയുമ്പോൾ ആദ്യം പറയതാ ഒന്നെങ്കിൽ പാട്ട് അല്ലെങ്കിൽ പ്രസംഗം. ഇത് രണ്ടും ഇല്ലാത്തവർക്ക് ഒന്നുമില്ലാത്തൊരു ഫീലിങ്ങാണ്. പക്ഷെ ഞാൻ കണ്ടുപിടിച്ച എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച എനിക്ക് കിട്ടിയ കൃപാവരം കേൾക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അനവധി പേരുണ്ട്, അവരുടെ സങ്കടങ്ങളൊന്ന് കേൾക്കാൻ. അപ്പം അത് പിന്നെ വലുതാവാൻ തുടങ്ങി. എൻ്റെ കേൾവിയുടെ റേഞ്ചൊക്കെ കൂടി. അപ്പം ഞാൻ മനസ്സിലാക്കി അനേകർക്ക് അതൊരു ആശ്വാസമായിട്ട് തീർന്നു. മാത്രമല്ല, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഭാരം ഷെയർ ചെയ്യണത്, പക്ഷെ അത് ഇരട്ടി ഭാരത്തിലേക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളുണ്ട്. നമ്മളത് കീപ്പ് ചെയ്യാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ സങ്കടങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട വലിയ വിശ്വസ്തത നമ്മളാ കാര്യത്തിൽ ഉണ്ടാകണം. അതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ കള്ളം പറയരുത്. നമ്മൾ ഒരു കാര്യം പറയുമ്പം, ഇപ്പോൾ ഒരു സഹോദരിനെ കുറിച്ച് പറയുമ്പോൾ അവളോട് ചോദിച്ചാൽ മതി, അവളോട് പറഞ്ഞ് നേരായിട്ട് അറിയാം. എന്ന് എന്നെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് അന്യ മനുഷ്യർ സാക്ഷ്യം പറയണം. ആ രീതിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. അപ്പോൾ നമുക്ക് ലഭിച്ച കൃപാവരങ്ങൾ പലർക്കും പല രീതിയിലായിരുന്നു. ഇപ്പോൾ എൻ്റെ കൃപാവരം പറയുമ്പോൾ ഇതിനേക്കാൾ ഇഷ്ടം പോലെ കൃപാവരങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉള്ളത്. അതെല്ലാം നമ്മൾ വിശ്വസ്തയോടെ ഉപയോഗിച്ച് ദൈവനാമ മഹത്വത്തിനായിട്ട് തീരട്ടെ. പിന്നെ കരുതുന്ന ദൈവം, അടുത്തത്. ഈ വാക്കും നമ്മളെപ്പോഴും നമ്മുടെ പിതാവിനെ സാക്ഷ്യങ്ങളിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്, കരുതുന്ന ദൈവം. എന്നെ കരുതുന്നു. എനിക്കൊരു ആർക്കെങ്കിലും ഉത്തരം അറിയെങ്കിൽ പറയും, ഈ കരുതുന്നു എന്നുള്ള വേർഡ് ബൈബിളിൽ എവിടെയെങ്കിലും 1 പത്രോസ് 5:7 മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അല്ല, കരുതുന്നു എന്നുള്ള വേർഡ് പക്ഷെ ബൈബിളിൻ്റെ ഉടനീളം ദൈവം കരുതിയതായിട്ടുണ്ട്. ഏലിയാവിനെ കരുതി, അബ്രാഹാമിനെ കരുതി, എല്ലാവരും കരുതിയിട്ടുണ്ട്. പക്ഷെ കരുതുന്നു എന്നുള്ള വേർഡ് ഒരു സ്ഥലത്തെ എനിക്ക് കണ്ടാൻ പറ്റുള്ളൂ. 1 പത്രോസ് 5:7, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉടനീളം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രതിസന്ധി കഴിയുമ്പോൾ ഞാൻ സാക്ഷ്യം ആദ്യം പറയണത് എന്താ,
ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഈ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുമ്പോൾ ദൈവം ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരെയും ദൈവം നമ്മിൽ നിന്ന് അകറ്റും. ആ അകറ്റിയിട്ടാണ് ദൈവം കാക്കയെ പോലെ ഒരു ബന്ധവുമില്ലാത്ത പലരെയും നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം മാനുഷികമായിട്ട് മനുഷ്യനായ നമുക്ക് വരുന്ന ഒരു ബലഹീനത എന്തുവാണെന്നറിയോ? ഈ ദൈവം തന്ന കരുതലിനെ നമ്മൾ പെട്ടെന്ന് മറന്നു കളയും. എന്നിട്ട് ഈ കരുതാത്ത മനുഷ്യരെ നമ്മൾ ഓർത്തിരിക്കും. എൻ്റെ ഇന്ന സ്ഥാനത്ത് ഇന്ന ആൾ വന്നില്ല, ഇത്രയും ഇന്ന സമയത്ത് അവൻ എന്നെ സഹായിച്ചില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് നെഗറ്റീവിലേക്ക് കൊണ്ടുപോകും. അപ്പം നമ്മൾ പലപ്പോഴും ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. നിന്നെ ആരും കരുതിയില്ലെങ്കിൽ അത് ദൈവം തടഞ്ഞു വെച്ചതാ. എനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആ ആളുകളെ നമ്മളെ തടഞ്ഞു വെച്ചതാ. അത് അവരല്ല എൻ്റെ കാരണക്കാർ, ഞാൻ തന്നെയാണ്. അതാണ് യോസേഫ് തൻ്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ അവരോടൊന്നും വിഷമിക്കാഞ്ഞ. കാരണം നിങ്ങളൊന്നുമല്ല ഇതിൻ്റെ കാരണക്കാർ, ദൈവമാണ്. ദൈവം ഒരു നന്മ പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങളെ എല്ലാവരെയും മാറ്റിയത്. ഇനി അപ്പോൾ ദൈവം നമ്മളെ കരുതിയെങ്കിൽ നമ്മൾ എന്ത് വേണം? മറ്റുള്ളവരെ കരുതണം. വേണമെങ്കിൽ കരുതിയാൽ പോരാ, മസ്റ്റാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ആ മത്തായി 25 അവസാന ഭാഗം. അവസാനം സമയം അതെ ഓക്കെ. 45 വാക്യം. അതിൻ്റെ ഒരു വലിയ ഭാഗമുണ്ട്, അവസാന ഭാഗം മാത്രം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്കും കൂടെ മാത്രം വായിക്കുക. ഇവർ നിത്യദണ്ഡനത്തിലേക്ക് കടന്നു പോവുക. അപ്പം നമ്മൾ ചെയ്തില്ലെങ്കിൽ അതൊരു വലിയൊരു കരുതുന്നില്ലെങ്കിൽ. ഞങ്ങളിപ്പോൾ റാന്നിയിൽ നിന്ന് കാറിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ഡോക്ടർ മുരളീധരൻ്റെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ മുരളീധരൻ പറയാം, ഞാനൊരു മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്, മിഷനറി ഡോക്ടർ. അപ്പോൾ അതിൻ്റെ മെയിൻ മോട്ടോ എന്താണെന്നറിയോ? അവരുടെ ആപ്തവാക്യം, എനിക്ക് ഉള്ളത് അവർക്കില്ലല്ലോ. അതാ, എനിക്കുള്ളത് അവർക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്തേ പറ്റൂ. ആ ഒരു മനോഭാവം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ, മറ്റുള്ളവരെ കരുതാൻ മുൻപന്തിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് മിഷണറി ഡോക്ടേഴ്സ്, മിഷണറീസ്, ഇവരുടെ എല്ലാം ആപ്തവാക്യാണ്. ഇന്നലെ ഞാനത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷിച്ചു. നമ്മൾ എന്തുമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നുണ്ട്. വേണമെങ്കിൽ കൊടുക്കാന്നുള്ളതല്ല, നമ്മുടെ ഭാഗം മാറ്റി വെക്കണം. പണ്ട് എനിക്ക് ആ വേദഭാഗങ്ങളൊന്നും അറിയില്ല. ഈ വിളവെടുക്കുമ്പോഴൊക്കെ കാല വെറുക്കരുത് അല്ലേ, ഒരു പ്രത്യേക ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം പോലും ഇതാക്കാൻ എല്ലാം കൂട്ടി വയ്ക്കുക. ഞാൻ ഓർക്കുക, ഏക്കറോളം ഭൂമിയുള്ളവർ വീണ്ടും 1 സെൻറ്റിന് വേണ്ടി ആ ബന്ധങ്ങളെ കളയുന്നവർ, അവർ ഒരു പ്രയാസവുമില്ല. അപ്പോൾ നമ്മൾ കരുതുക എന്ന് പറയുമ്പോൾ നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാം കരുതേണ്ടത്. നമ്മൾ മറ്റുള്ളവർ കരുതിയേ പറ്റൂ. ഞാൻ കരുതൽ അനുഭവിക്കും. ഇനി അടുത്ത ഭാഗമാണ് കർത്താവ് പറഞ്ഞിട്ടുള്ള 2 വാക്കും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ പോവാം. ഞാൻ ഒരു സബ്ജക്റ്റ് തയ്യാറായത് വേറെ ആയിരുന്നു. അത് നിങ്ങൾ തന്നെ ചിന്തിക്കണം. എന്താണ് അനുഗ്രഹം, എന്തല്ല അനുഗ്രഹം? ആ സബ്ജക്റ്റായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സഹോദരിയുടെയും സഹോദരൻ്റെയും പെരുമാറ്റം കണ്ടപ്പോഴാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നത്. ആ ഭാഗമാണ് ഇനി ചിന്തിക്കാൻ പോണത്. കർത്താവ് പറയുന്നുണ്ട്, മത്തായി 11:29. സ്തോത്രം, അത്രയും മതി. സൗമ്യതയും താഴ്മയും നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ 2 സ്വഭാവമായിരുന്നു. ഇതിൽ സൗമ്യത എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ സോഫ്റ്റായിട്ട് സംസാരിക്കുക എന്നാണോ? അല്ല.
സോഫ്റ്റായിട്ട് സംസാരിക്കുന്നവർ എന്തെല്ലാം പ്രശ്നങ്ങൾ ഒപ്പിക്കണേന്നറിയാം. ആ സോഫ്റ്റായിട്ട് സംസാരിച്ച് പിന്നിൽ നിന്നുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതല്ല സൗമ്യത. ഞാൻ സൗമ്യത നോക്കിയപ്പോൾ അതിലെ ഏറ്റവും ഉദാഹരണം നമ്മുടെ കർത്താവ് തന്നെയാണ്. കർത്താവിനെ അവസാന സമയത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ചോദിക്കുക. അപ്പോൾ മിണ്ടാതിരിക്കുന്നൊരു കർത്താവ്. എന്നെ പ്രകോപിക്കുമ്പോൾ, ഞാൻ ചെയ്യാത്തത് പറയുമ്പോൾ, എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, എന്നെ വിമർശിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നതാണ് സൗമ്യത. ഞാൻ ഓർത്തു, അതുപോലെ എനിക്ക് അവകാശപ്പെട്ടത് ചിലത് കിട്ടാണ്ടാവുമ്പോൾ അവിടെ ഞാൻ മിണ്ടാതിരിക്കുന്നത്, അതാണ് സൗമ്യത. മോശയാണ് പിന്നെ അടുത്ത ആളെ സൗമ്യനായിട്ട് പറയുന്നത്. അപ്പം മോശേനെ നോക്കുമ്പോൾ മോശ ആരെയൊക്കെ, ഒരു മിസ്രൈമിനെ കൊന്നിട്ടുണ്ട്, അതുപോലെ ആ ദൈവത്തിൻ്റെ കൽപ്പലക അടിച്ചു കൊടുക്കണം, അങ്ങനെ ഒരു ദേഷ്യപ്പെടുന്നൊരു മോശ. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ ഈ വചനം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പുറപ്പാട് ഭാഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൗമ്യനായ മോശയെ കാണാൻ പറ്റണത്. എങ്ങനെയാണെന്നറിയോ? ഈ ഇസ്രായേൽ മക്കൾ ഈ അത്ഭുതങ്ങളെല്ലാം കണ്ട് ഇങ്ങനെ വരുമ്പോൾ ഓരോ സ്റ്റെപ്പിലും പിറുപിറുക്കുക. ഇപ്പം ഞാൻ ഓർക്കുക, എന്തുമാത്രം വിഷമുള്ളൊരു കാര്യമാണെന്നറിയാം. ഇത്രയും കണ്ട് അവരെ പോറ്റി പൊടുത്ത് പിറുപിറുക്കുമ്പോൾ മോശ ചെയ്യണത് എന്താ? ഇതിനൊന്നും ആൻസർ കൊടുക്കണില്ല. മോശ ഓടി ദൈവസന്നിധിയിൽ പോയി നിലവിളിക്കുക. കണ്ടോ, ഈ ജനം പറയണ കേൾക്കുന്നില്ലേ? അപ്പോൾ ദൈവം അവിടെ നിന്ന് കൊടുക്കുക. ഇതാണ് നമ്മുടെ സൗമ്യത. കാരണം ഈ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പോയ സൗമ്യത എല്ലാം വിട്ടുകളയേണ്ടി വരും. അതെല്ലാം ദൈവസന്നിധിയിൽ പ്രാപിക്കുമ്പോൾ അവിടെ സൗമ്യമായിട്ട് നിൽക്കാൻ ദൈവം അതിനുള്ളൊരു അവസരം തരും. അതുപോലെ ആ വേദഭാഗം എനിക്ക് എവിടെയാണെന്ന് ഓർമ്മയില്ല, സംഖ്യയിലാണ്. ഈ മോശ ദൈവത്തോട് ചോദിക്കേണ്ടത്, എന്നെ കാനാൻ ദേശം കാണിക്കില്ലേ? വീണ്ടും വീണ്ടും ചോദിക്കുക. അപ്പോൾ ദൈവം പറയാം, നീ അതുമാത്രം എന്നോട് ചോദിക്കരുത്. എന്തോരു കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്ര കഷ്ടപ്പെട്ട് ഈ ജനത്തിൻ്റെ പിറുപിറുപ്പും ഇവരുടെ എല്ലാമായിട്ട് ഇതെനിക്ക് കാണിക്കില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രകോപിതമാകേണ്ടുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ അവിടെ പറയുന്നത് പിന്നെ മോശ ചോദിച്ചില്ല. അതാണ് മോശയുടെ സൗമ്യതയുടെ ഏറ്റവും ക്ലൈമാക്സ് വരുന്നത്. ഞാൻ ഓർക്കുക, ഞാനൊരു ടീച്ചറാണ്, ടീച്ചിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഓർക്കുക, ഒരു വർഷം എനിക്ക് തന്നൊരു ബാച്ച് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു. അവരുടെ എല്ലാ കുസൃതികളും എല്ലാം ഞാൻ സഹിച്ച് അവരെ പഠിപ്പിച്ച് അവരെ നല്ലവരാക്കി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ലേറ്റായിട്ട് വന്നു എന്ന പേരിൽ പ്രിൻസിപ്പൾ എന്നെ പറയാം, നീ ഈ വർഷത്തെ പിക്നിക്കിന് പോകണ്ട, നീ ഈ കുട്ടികളെ കൊണ്ടുപോകാനുള്ള അവകാശം നിനക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചറായ എനിക്ക് എന്തുമാത്രം വിഷമം വരും. ഞാൻ അത് വിട്ടിരുന്ന് ഓർത്തു, ഭയങ്കര പിറുപിറുക്കും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം മോശയെ സംബന്ധിച്ചോളം മോശയ്ക്ക് അവിടെ ഒരുപാട് കാരണങ്ങൾ ദൈവത്തോട് ചോദിക്കാമായിരുന്നു. എന്താ ദൈവം ഇങ്ങനെ പറയണത്? എനിക്ക് അവകാശപ്പെട്ടതല്ലേ, നീ ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചതല്ലേ, ഈ ജനത്തിനെ കണ്ടില്ലേ, എന്തെല്ലാം പ്രശ്നങ്ങളെ ജനത്തിനെ ഞാൻ കൊണ്ടുവന്നു. ഇതൊന്നും മോശ പറഞ്ഞില്ല. മോശ സൗമ്യനായിട്ട് നിന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് യഥാർത്ഥ സൗമ്യത. ഇനി അടുത്ത ഒരു ഭാഗമാണ് താഴ്മ. നമുക്കറിയാം, താഴ്മയുടെ ഏറ്റവും വലിയ രൂപം കർത്താവ് ഫിലിപ്പിയറിലുണ്ട്. ദൈവപുത്രനായിരിക്കെ തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. എൻ്റെ കർത്താവ് ഏറ്റവും താഴ്മയുള്ളവനായിട്ട് തീർന്നു. ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ ഈ അടുത്ത 2 വ്യക്തികളിൽ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത്. എൻ്റെ മകള് മെഡിസിൻ കഴിഞ്ഞ് അവൾ സങ്കേശം എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ ബോണ്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് അവിടേക്ക് മോളെ കാണാൻ പോയി. ചെറിയൊരു ഹോസ്പിറ്റൽ. അവിടെ 2 മെയിൻ ഡോക്ടേഴ്സ് ഉണ്ട്. ഒരു ഗൈനക്ക് ഡോക്ടർ ശാന്തി, അതിൻ്റെ ഭർത്താവ് അനിൽ അത് സർജനുമാണ്. പിന്നെ എൻ്റെ മോളെ പോലെ മോളും പിന്നെ മോളുടെ പോലെ ഒരു ആൺകുട്ടി. ഇത്ര പേരുള്ളൂ. ഒരു കൊച്ചു ഹോസ്പിറ്റൽ, ഒരു കുടുംബം പോലെ അവർ കഴിയാം. ഞങ്ങൾ ചെന്നു, ഞാനും റേച്ചാനും കൂടെ അവിടെ ചെന്നു. അപ്പോൾ ഈ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റാണ്, വെല്ലൂർ പഠിച്ച ഡോക്ടറാണ്. പുള്ളിക്കാരി വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ സംസാരിക്കുന്നുണ്ട്. എന്നെ ഹോസ്പിറ്റലിൽ, ഞങ്ങൾ 2 പേരും ഹോസ്പിറ്റലിൽ എല്ലാ ഭാഗം, പുള്ളിക്കാരത്തിക്ക് അവിടുത്തെ എല്ലാ ഓൾ ഇൻ ഓളാണ്, എല്ലാ കാര്യം ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഞങ്ങളെ ആ ഹോസ്പിറ്റൽ മുഴുവൻ കാണിക്കുന്നു വലിയൊരു വ്യക്തികളെ പോലെ. എൻ്റെ മോളെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമല്ല, ഒരു പഠനം കഴിഞ്ഞ് ബോണ്ട് ചെയ്യുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പാരൻസിനെ അവർ വെൽക്കം ചെയ്ത രീതിയാണ് ഞാൻ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഡിന്നർ ഞങ്ങളുടെ വീട്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ആദ്യമായിട്ട് ഡോക്ടേഴ്സ് നമ്മളെ ഡിന്നറിന് വിളിക്കണം, നമ്മൾ വേണമെങ്കിൽ ഡോക്ടറെ വിളിക്കാം. അപ്പോൾ എനിക്കിത് ഭയങ്കര വിഷമമായി.
ഞാനിരുന്നതേ ഇനി വൈകിട്ട് ഈ ഡിന്നർ എങ്ങനെ പോവും, ഇവരാണെങ്കിൽ എന്തോ ഒരു വലിയ ആളുകളാണ്. അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു അനുഭവമാണ്. ഞാനും റീച്ചാനും കൂടെ വീട്ടിലേക്ക് കയറി. അപ്പോൾ ഭയങ്കര ക്ലീനായിട്ടുള്ളൊരു വീടാണ്, ഭയങ്കര ക്ലീൻ. ആ വീട്ടിലേക്ക് ഞങ്ങളെ ചെരുപ്പ് ഊരാൻ സമ്മതിച്ചില്ല. അതോ ഞങ്ങൾ തലേ ദിവസം ആ സ്ഥലമെല്ലാം കണ്ടുപോയി, നടന്നു ഒരു 2 കിലോമീറ്റർ അവിടുത്തെ മാർക്കറ്റിലൊക്കെ നടന്ന് പൊടി പിടിച്ചിരിക്കുക, വെള്ളം പോലും കാണാത്ത 2 പേരുടെ ചെരുപ്പ് ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. നിങ്ങൾ ചെരുപ്പ് ഊരരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറ്റി കഴിഞ്ഞ് അവർ തന്നെ വെച്ച ഭക്ഷണം അപ്പോൾ കഴിക്കുന്ന ഒരു ടീപ്പോയിലാണ്. ആ ടീപ്പോയ്മ ഇരുത്തി അവർ തന്നെ വിളമ്പുന്നു, കുനിഞ്ഞു നിന്ന് വിളമ്പുന്നു 2 ഡോക്ടേഴ്സ്. ഈ ഒരു ഇത് കണ്ടപ്പോഴും ഞാൻ ഓർത്ത്, ദൈവമേ ഇവർക്ക് എങ്ങനെ ഇത്ര താഴ്മ എങ്ങനെ പറ്റുന്നു, ഇവർ എന്തിനാ ഞങ്ങളിങ്ങനെ ശുശ്രൂഷിക്കുന്നത്? അതിൻ്റെ ഏക ഉത്തരം ഇതേ ഉള്ളൂ, അവരിൽ യേശു ഉണ്ട്, അവരിൽ ക്രിസ്തുവിൻ്റെ ഭാവം അവരിലുണ്ട്. അല്ലാതെ അവർക്ക് ഒരിക്കലും ഇത് ചെയ്യില്ല. അത് കഴിഞ്ഞ് ഞങ്ങളെ ബസ് കയറ്റുമ്പോഴും ഞങ്ങളുടെ എല്ലാ പെട്ടികളും ഈ സർജൻ, അയാളുടെ സർജറിയും കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് നിൽക്കുന്ന ഈ സർജനാണ് ഞങ്ങളുടെ എല്ലാ പെട്ടികളും എടുത്ത് ബസ്സിൽ കയറ്റി വയ്ക്കാൻ വരുന്നത്. ഞാൻ വളരെ എനിക്കത് ഓർക്കും തോറും ദൈവം ഇങ്ങനെയാണ് ഒരു താഴ്മ എന്ന് പറയുന്നത്. ഇതാണ് കർത്താവിൻ്റെ താഴ്മ എന്ന് പറയുന്നത്. നമ്മൾ എന്തോ ഉള്ളത്, ആ താഴ്മയുണ്ടെങ്കിൽ നമുക്ക് അറിയാതെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാം. വെല്ലൂർ ഹോസ്പിറ്റലിൻ്റെ മോട്ടോ ഇതാണ്, അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ്, നോട്ട് ടു ബി സെർവ്ഡ് ബട്ട് ടു സെർവ്. അതാണ് ഈ ഡോക്ടർമാരിലും കാണാൻ പറ്റിയത്. നമ്മളുടെ ദൈവം നമുക്കും താഴ്മയോടുകൂടി ജീവിക്കാം. ഞാൻ സമയമെടുത്ത് എനിക്കറിയില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ പ്രതിരൂപങ്ങളായിട്ട് നമുക്കിവിടെ ജീവിക്കാം, അങ്ങനെ വെളിച്ചങ്ങളായിട്ട് ശോഭിക്കാൻ ഈ വചനങ്ങളാൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.